ഹായ് ഹലോ നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ നടനും ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഒരു വലിയ പ്രസ്താവന പറയുകയുണ്ടായി. പ്രസ്താവന ഒന്നുമല്ല, അദ്ദേഹം ആ അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് സ്ഥാനം അംഗീകരിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇപ്പോഴുള്ള മലയാള സീരിയലുകൾ എന്ന് പറയുന്നത് എൻഡോസൾഫാനേക്കാളും അതിഭയാനകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെതിരെ അദ്ദേഹത്തിന് ഒരുപാട് സൈബർ ബുള്ളിങ്ങും പിന്നെ ഒരുപാട് പേർ അതിനെതിരെ വിമർശനവുമായി അങ്ങനെ ഇങ്ങനെ സംഭവം കഴിഞ്ഞിട്ട് 2-3 ദിവസങ്ങളായി. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വന്ന വഴി മറക്കരുത്, നിങ്ങൾ സീരിയൽ വഴിയല്ലേ വന്നത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സീരിയലിനെ ഇത്രയും തരം താഴ്ത്തിക്കൊണ്ട് കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സിനിമയിലുള്ള ഒരുപാട് നടന്മാരും നടികളും അല്ലെങ്കിൽ സീരിയൽ രംഗത്തുള്ള സജീവമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി. ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചതോ ഒന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. ഇങ്ങനെയൊരു കോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയപ്പോൾ എന്താണ് സാധാരണയായ ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രജിസ്റ്റർ ചെയ്യാം. കാരണം അഭിപ്രായം പറയുക എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. ഞാൻ സീരിയൽ കാണാറില്ല. എപ്പോഴൊക്കെയോ കണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരമില്ലാത്ത ഒരു സമയത്ത് കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സീരിയലുകൾ ഹാസ്യപരമായിട്ടുള്ള സീരിയലുകൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ കോമഡികളും അല്ലെങ്കിൽ തമാശ നിറഞ്ഞതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മീനിങ് തരുന്ന ഒരു ദിവസത്തെ എപ്പിസോഡിൽ തീരുന്ന സീരിയൽസുകളെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു കുറ്റാന്വേഷണ രീതിയിലുള്ള സീരിയലുകൾ നമുക്ക് കാണാം. പക്ഷേ ഈ അമ്മായിയമ്മ പോര്, മരുമകളുമായിട്ടുള്ള തല്ലൽ, പ്രണയം, പ്രസവം, ഇങ്ങനെ ഒരു രീതിയിലും ബന്ധങ്ങളില്ലാതെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന ഒരുപാട് മെഗാ എപ്പിസോഡുകളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന സീരിയലിനോട് ഒരു താല്പര്യമില്ല. ചില സമയത്ത് തോന്നുന്നത് TV ഒക്കെ കാണുന്ന നമ്മുടെ പ്രായമുള്ളവർ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്ങനെ വൈകുന്നേരത്തെ ആ ഒരു ഇടവേള മാറ്റാൻ വേണ്ടി അവർക്ക് ആ സമയം ഒന്ന് ചിലവഴിക്കാൻ വേണ്ടി സീരിയലുകളെ ഉറ്റുനോക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ ഓർത്ത് പല ചാനലുകളിലും നിങ്ങൾക്ക് കോമഡിയായിട്ടും അല്ലെങ്കിൽ വാർത്താപരമായിട്ടും അല്ലെങ്കിൽ ഹാസ്യരൂപേണയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. സീരിയലുകൾ നിങ്ങൾ കാണുകയേ ചെയ്യരുത്. കാരണം അതിൽ യാതൊരു കാര്യവുമില്ല. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടെ ഈ സീരിയലുകൾ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതിൽ ഒരിക്കലും നമ്മൾ ആരും വിശ്വസിക്കാത്ത രീതിയിലുള്ള ചമയങ്ങളും പ്രമേയങ്ങളും ഇങ്ങനെ കുത്തി നിറച്ച് മനുഷ്യരെ വിഡ്ഢികളാക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നിങ്ങൾ സീരിയലുകൾ എടുത്തോളൂ, നല്ല രീതിയിൽ അതിലൊരുപാട് കഥകളും കഥാപാത്രങ്ങളും ഇങ്ങനെ കുത്തിത്തിരുക്കി യാതൊരു പുലബന്ധവും ഇല്ലാത്ത രീതിയിൽ സീരിയലുകൾ എടുക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. മെഗാ സീരിയൽ എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി പ്രസവമൊക്കെ 20-25 മാസങ്ങളോളം നീണ്ടു നിന്ന് പിന്നെ അതിനുശേഷമുള്ള പോരും അടിയും ഇടിയും വെറും എന്താ പറയുക എപ്പിസോഡുകൾ നീട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് പോലെ സീരിയലുകൾ എടുക്കരുത്. അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നു. അല്ലാതെ മനുഷ്യൻ്റെ മനസ്സിനെ എന്തിനിങ്ങനെ വിഷം കുത്തി നിറയ്ക്കുന്നു എന്ന് പ്രേംകുമാർ ചോദിച്ച പോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഒരു കാലത്തും അവസാനിക്കാത്ത ഒരു മാരകമായ വിഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സീരിയലുകളും. ഓരോ മനുഷ്യൻ്റെ മനസ്സിലേക്കും ഒരുപാട് മലിനമായ ചിന്തകളും സ്വഭാവങ്ങളും കുത്തി നിറക്കുന്നു. അപ്പോൾ നിങ്ങൾ സിനിമയും ചോദിക്കുമായിരിക്കും. പക്ഷേ ആ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ സിനിമയെ അങ്ങ് മറക്കും. പക്ഷേ നമ്മുടെ സ്വീകരണ മുറികളിൽ എല്ലാ ദിവസവും ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള സീരിയലുകളാണ്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണമെങ്കിൽ ഇതുപോലുള്ള മെഗാ സീരിയലുകൾ നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് ഹാസ്യ പരിപാടികളും പാട്ടുകളും വേറെ മ്യൂസിക് റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുക, സന്തോഷിക്കുക. അത്രയേ ഉള്ളൂ.